ബയോളജി റിവ്യൂ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യൂണിറ്റ് 2 സെൽ ക്ലസ്റ്റേഴ്സ് എന്ന ചാപ്റ്റർ ടെക്സ്റ്റ് വൈസ് ആയിട്ട് ഒന്നുകൂടെ പരിശോധിക്കുകയാണ്. പ്രധാന ആശയങ്ങൾ നമുക്ക് നോക്കാം. ഒരു ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. നമ്മുടെ ശരീരം കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിലെ പലതരത്തിലുള്ള സെല്ലുകളെ നമ്മളിവിടെ നോക്കുകയാണ്. ഇത് നെർവ് സെല്ലാണ്, ഇത് ബോൺ സെല്ലാണ്, അസ്ഥികളിലെ സെല്ലാണ്, ഇത് മസിൽ സെല്ലാണ്, പേശികോശമാണ്, ഇത് ബ്ലഡ് സെല്ലാണ്, രക്തകോശമാണ്, നെർവ് സെല്ലെന്ന് വെച്ചാൽ നാഡീകോശം. അങ്ങനെ പലതരത്തിലുള്ള സെല്ലുകളെ, കോശങ്ങളെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ കോശങ്ങളെല്ലാം ഒരേപോലെയല്ല ഇരിക്കുന്നത്. ഇവ വ്യത്യസ്ത ആകൃതിയിലും വ്യത്യസ്ത രൂപത്തിലുമൊക്കെയാണ് ഇവ ഇരിക്കുന്നത്. ഡിഫറെൻറ്റ് സൈസ് ആൻഡ് ഷേപ്പ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ടിഷ്യൂ എന്ന് പറയുന്ന വാക്ക് കല എന്നാണ് മലയാളത്തിൽ പറയുക. കല എന്നാൽ എന്താണെന്ന് നമുക്കിവിടെ വായിക്കാൻ പറ്റും. ആർ ഗ്രൂപ്പ്സ് ഓഫ് സിമിലർ സെൽസ്. സിമിലർ എന്ന് വെച്ചാൽ ഒരേപോലെയുള്ള സെല്ല്, ഗ്രൂപ്പാണ്, ഒരു കൂട്ടം കോശങ്ങളാണ്. ഒരു കൂട്ടം കോശങ്ങൾ അല്ലേ, അവരെല്ലാം ഏതുപോലെ ഇരിക്കും? എല്ലാം സിമിലർ, ഒരുപോലെ ഇരിക്കും. ദാറ്റ് ഹാവ് എ കോമൺ ഒറിജിൻ. അവർക്ക് എന്തുണ്ട്? എല്ലാവരും ഒറ്റ സോഴ്സിൽ നിന്ന് ഉണ്ടായി വന്നതാണ്, ഒരു പ്രത്യേക സെല്ലിൽ നിന്ന് ഉണ്ടായി വന്നത്. അവരുടെ ഒറിജിൻ ഒന്നാണ്, കോമൺ ഒറിജിൻ. ആൻഡ് പെർഫോം സ്പെസിഫിക് ഫങ്ഷൻ. അവർ ചെയ്യുന്ന ജോലിയും ഒന്ന് തന്നെയാണ്. ദേ പെർഫോം സ്പെസിഫിക് ഫങ്ഷൻ. ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടിഷ്യൂസ് ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ലൈക്ക് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. അപ്പോൾ നമുക്ക് ടിഷ്യൂ എന്താണെന്ന് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ടിഷ്യൂവിൻ്റെ പ്രത്യേകതകൾ: ടിഷ്യൂസ് ആർ ഗ്രൂപ്പ്സ് ഓഫ് സെൽസ് അല്ലേ. 2, അത് സിമിലർ സെൽസ് ആണ്. 3, ദേ ഹാവ് എ കോമൺ ഒറിജിൻ. 4, ദേ പെർഫോം സ്പെസിഫിക് ഫങ്ഷൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ദേ ആർ സിമിലർ, ഒരേപോലെയുള്ളതാണ്, ഒരു ഗ്രൂപ്പായിട്ടാണ് അവ കാണപ്പെടുന്നത്. ദെൻ അവയുടെ ഒറിജിൻ കോമൺ ആണ് അല്ലേ, ഒരു ഒറിജിനിൽ നിന്നാണ് അവ ഉണ്ടായി വന്നിരിക്കുന്നത്. പിന്നെ അവരുടെ ഫങ്ഷൻ, അവരുടെ ധർമ്മം ഒന്ന് തന്നെയാണ്. അങ്ങനെ 1, 2, 3, 4 കാര്യങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അടുത്ത പേജുമായിട്ട് ബന്ധപ്പെട്ട് എന്നാൽ ഈ പലതരത്തിലുള്ള ടിഷ്യൂസ്, ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ടിഷ്യൂസിനെ കണ്ടെങ്കിലും അതെല്ലാം ഉണ്ടായി വന്നത് ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ്. ഒരൊറ്റ കോശത്തിൽ നിന്നാണ് പലതരത്തിലുള്ള കോശങ്ങൾ ഉണ്ടായി വന്നത്. ആ ഒരൊറ്റ കോശത്തിൻ്റെ പേരെന്താണെന്നറിയാമോ? സൈഗോട്ട്, അല്ലെങ്കിൽ മലയാളത്തിൽ സിക്താണ്ഡം എന്ന് പറയും. സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ട് എന്ന് പറയുന്ന ആ ഒരൊറ്റ കോശത്തിൽ നിന്നാണ് ഈ പലതരത്തിലുള്ള സെല്ലുകൾ, കോശങ്ങൾ ഉണ്ടായി വന്നത്. അപ്പോൾ ഈ സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം അണ്ടർഗോസ് കണ്ടിന്യൂസ് ഡിവിഷൻ ആൻഡ് ഫോംസ് ഫീറ്റസ്. ഫീറ്റസ് എന്ന് വെച്ചാൽ ഗർഭപാത്രത്തിൽ വളരുന്ന കുട്ടിയാണ് അല്ലേ. അങ്ങനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ഈ ഒരൊറ്റ സൈഗോട്ട് സെല്ലിൽ നിന്നും അത് വിഭജിച്ച് പല സെല്ലുകളായിട്ടാണ് ഒരു ഭ്രൂണം ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ സെല്ലുകൾ ഗ്രാജുവലി അറ്റൈൻ ചേഞ്ച് ഇൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സിക്താണ്ഡത്തിൽ നിന്ന് പല സെല്ലുകൾ ഉണ്ടാവും. ഇപ്പോൾ നമുക്കിവിടെ കാണാം, പല സെല്ലുകൾ കാണാം. ഒരു സൈഗോട്ടിൽ നിന്ന് പലതരം സെല്ലുകൾ കാണാം. ആദ്യമൊക്കെ ഈ സെല്ലുകളെല്ലാം ഒരേപോലെ ഇരിക്കും, എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കും. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഇതിനകത്ത് പല സെല്ലുകളും വ്യത്യാസങ്ങൾ കാണിക്കാൻ തുടങ്ങും ഇല്ലേ. കുറേ സെല്ലുകൾ നെർവ് സെല്ലുകളായിട്ട് മാറും, കുറേ സെല്ലുകൾ ബോൺ സെല്ലുകളായിട്ട് മാറും, കുറേ സെല്ലുകൾ ബ്ലഡ് സെല്ലുകളായിട്ട് മാറും, ചിലത് പേശി കോശങ്ങളായിട്ട് മാറും. അങ്ങനെ പലതരത്തിലുള്ള സെല്ലുകൾ ഉണ്ടാവുകയാണ്. അങ്ങനെ ഈ ഒരു സെല്ലിൽ നിന്ന് പലതരത്തിലുള്ള സെല്ലുകൾ ഉണ്ടാവുന്നതിന് പറയുന്ന പേരാണ്, ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് സെൽ ഡിഫറൻഷിയേഷൻ, അല്ലെങ്കിൽ കോശ വൈവിധ്യവൽക്കരണം എന്ന് മലയാളത്തിൽ പറയും. കോശ വൈവിധ്യവൽക്കരണം. അപ്പോൾ എന്താണ് കോശ വൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ ഡിഫറൻഷിയേഷൻ? ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് അത് ഡിവൈഡ് ചെയ്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ടായി വരുന്ന ഒരു കോശത്തിൽ നിന്ന്, ഒരു സിക്താണ്ഡ കോശത്തിൽ നിന്ന് പലതരത്തിലുള്ള കോശങ്ങൾ രൂപപ്പെട്ടു വരുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോശ വൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ സെൽ ഡിഫറൻഷിയേഷൻ. സ്റ്റുഡൻസ്, ഇവിടെ ഒരു ജൈൻറ്റ് ലീപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു കുതിച്ചു ചാട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്റ്റെം സെല്ലിനെ കുറിച്ച് ഉള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. സ്റ്റെം സെൽ എന്ന് വെച്ചാൽ നമുക്കറിയാം വിത്ത് കോശം എന്നാണ്, എന്ന് വെച്ചാൽ വിത്തിൻ്റെ അകത്തിരിക്കുന്ന കോശമല്ല. പിന്നെ എന്താണ് സ്റ്റെം സെൽ എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. സ്റ്റെം സെല്ലിനെ കുറിച്ച് ഇവിടെ ഒരു റൈറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെം സെല്ലിൻ്റെ പ്രത്യേകത,
ദേ ക്യാൻ ട്രാൻസ്ഫോം ഇൻ ടു എനി കൈൻഡ് ഓഫ് സെൽ. ഏത് സെല്ലുകളായിട്ടും മാറാൻ കഴിവുള്ള കോശങ്ങളാണ് ഈ സ്റ്റെം സെൽസ് അല്ലെങ്കിൽ വിത്ത് കോശങ്ങൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടു ഒരു സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പലതരത്തിലുള്ള കോശങ്ങളുണ്ടായെന്ന് പറഞ്ഞു. അതുപോലെ സ്റ്റെം സെല്ലിന് മറ്റേത് സെല്ലായിട്ട് മാറാനും കഴിയും. എന്ന് വെച്ചാൽ നെർവ് സെല്ലാകാം, മസിൽ സെല്ല് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിൽ നിന്ന്. അങ്ങനെ സ്റ്റെം സെൽസ് അണ്ടർഗോ കോൺസ്റ്റൻറ്റ് ഡിഫറൻഷിയേഷൻ ആൻഡ് ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു അതർ കൈൻഡ്സ് ഓഫ് സെൽസ്. അത് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്റ്റെം സെൽസ് ക്യാൻ എയ്തർ ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു അതർ സെൽസ് ത്രൂ ഡിവിഷൻ ഓർ എക്സിസ്റ്റ് ആസ് സച്ച്. അപ്പോൾ കോശ വിഭജനം വഴിയാണ് ഇവ അങ്ങനെ ആയിത്തീരുന്നത്. When the cells in the tissue get destroyed, new cells develop from the stem cell. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും പരിക്കൊക്കെ പറ്റി കുറേ ടിഷ്യൂസൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതേപോലെയുള്ള പുതിയ ടിഷ്യൂസൊക്കെ ഉണ്ടായി വരുന്നത്, സെൽസൊക്കെ ഉണ്ടായി വരുന്നത് എവിടെ നിന്നാണ്? സ്റ്റെം സെല്ലിൽ നിന്ന്. സ്റ്റെം സെൽസ് ആർ ഫൗണ്ട് ഇൻ ദ ബോൺ മാരോ. എവിടെയാണ് സ്റ്റെം സെല്ല് കാണുന്നതെന്ന് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്റ്റെം സെൽ എവിടെയാണ് കാണപ്പെടുന്നത്? ദേ ആർ ഫൗണ്ട് ഇൻ ദ ബോൺ മാരോ. ബോൺ മാരോ എന്ന് വെച്ചാൽ എന്തെന്നാ? അസ്ഥിമജ്ജ അല്ലേ. അതുപോലെ സ്കിന്നിലുണ്ട് അല്ലേ, നമ്മുടെ ത്വക്കിലുണ്ട്, നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്കിലുണ്ട്. ഡൈജസ്റ്റീവ് ട്രാക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണം ഇറങ്ങിപ്പോകുന്ന കുഴൽ അല്ലേ, നമ്മുടെ ആമാശയം, നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, ആ ഭാഗങ്ങളിലൊക്കെ ഈ സ്റ്റെം സെൽസ് ഉണ്ട്. അപ്പോൾ സ്റ്റെം സെല്ലിനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. സ്റ്റെം സെൽ ക്യാൻ ട്രാൻസ്ഫോം ഇൻ ടു എനി കൈൻഡ് ഓഫ് സെൽസ്. ദേ ക്യാൻ ഡിവൈഡ് അല്ലേ. അതുപോലെ വേർ ദേ ആർ സീയിങ് ദേ ആർ find in bone marrow, skin, digestive tract, etc. Then ഈ സ്റ്റെം സെല്ലിന് ഇനി അടുത്ത ഫ്യൂച്ചറിൽ കുറേ വലിയ സാധ്യതകളുണ്ട് അല്ലേ. nowadays science can develop the desired type of cells from stem cells. സ്റ്റെം സെല്ലിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഏത് തരം സെല്ലുകളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും under specific laboratory conditions. ഇനി ഇതിൽ നിന്ന് ശാസ്ത്രജ്ഞന്മാർ പ്രതീക്ഷിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് the research of stem cells can bring about miraculous change in the treatment of blood cancer. ഭാവിയിൽ ബ്ലഡ് ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് ഈ സ്റ്റെം സെല്ലുകൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഡയബറ്റിസ്, പാർക്കിൻസൺ ഡിസീസ്, ഈ രോഗങ്ങളുടെയൊക്കെ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റെം സെല്ലിന് പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ കുറച്ചും കൂടെ കടന്ന് ആർട്ടിഫിഷ്യൽ ഓർഗൻസ്. ഇപ്പോൾ ഒരാൾക്ക് ഒരു ലിവർ മാറ്റിവെക്കണം, അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെക്കണം, ഹാർട്ട് മാറ്റിവെക്കണമെങ്കിൽ വേറൊരാളുടെ അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. വേറൊരാളും ജീവൻ അല്ലെങ്കിൽ അപകടത്തിലൊക്കെ പെട്ട് മരിച്ചു പോകുന്ന ആളുകളുടെയാണ് മാറ്റിവെക്കുന്നത്. പക്ഷേ ഈ സ്റ്റെം സെൽ കൂടുതലായിട്ട് അതിൻ്റെ ഗവേഷണങ്ങൾ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഓർഗൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആരുടെയും അല്ലേ നമുക്ക് ആവശ്യമുള്ള ഹാർട്ട്, ലങ്സ് ഒക്കെ മേടിക്കാൻ കിട്ടും കടകളിൽ അല്ലേ. ആ ഒരു രീതിയിലേക്ക് വരുമെന്നാണ് ഇവിടെ പറയുന്നത്. ദെൻ സ്റ്റുഡൻസ്, നമുക്ക് അനിമൽ സെല്ല്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനിമൽ സെൽസിനെ നമുക്ക് നോക്കാം. അനിമൽസിൻ്റെ ശരീരത്തിൽ പലതരം സെല്ലുകളുണ്ട്. അതിനകത്ത് ഒന്നാണ് എപ്പിത്തീലിയൽ സെൽസ്, വേറൊന്ന് നെർവ് സെൽസ്. എപ്പിത്തീലിയൽ കോശങ്ങളും നാഡീകോശങ്ങളും. എപ്പിത്തീലിയൽ സെൽസ് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ ബോഡി. അതിൻ്റെ ഒരു ഫങ്ഷൻ അതാണ്, നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു. പിന്നെ ലൈൻസ് ദ ഇന്നർ വാൾ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വായിൻ്റെ അകം തൊട്ട് അകത്തേക്ക് പോകുന്ന കുഴലുണ്ടല്ലോ, അതിൻ്റെ അകം മുഴുവൻ അതിനെയാണ് നമ്മൾ ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് പറഞ്ഞത്. അതിൻ്റെ അകത്തെ ഭിത്തിയും എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? എപ്പിത്തീലിയൽ സെൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ ഇന്നർ വാളിൽ നിന്നാണ് പലതരത്തിൽ നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്ന ദഹനരസങ്ങൾ അഥവാ സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ഇവയുടെ മറ്റൊരു ജോലി, ഒന്ന് കവേഴ്സ് ദ ബോഡി, രണ്ട് പ്രൊട്ടക്ട്സ് അവർ ബോഡി, പിന്നെ പ്രൊട്ടക്ഷനും പിന്നെ ഒരു ഫംഗ്ഷനാണ് അബ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തുള്ള ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യപ്പെടുന്നത്, നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് അത് നമ്മുടെ കുടലിൽ വെച്ചാൽ. അപ്പോൾ കുടലിൻ്റെയും ഒക്കെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ വരും അല്ലേ. അപ്പോൾ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ അകത്ത് വെച്ച് ഈ ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടാൻ സഹായിക്കുന്നതും എപ്പിത്തീലിയൽ ടിഷ്യൂസാണ്. അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ മൂന്നാമത്തെ ജോലിയായി, മൂന്നാമത്തെ ഫംഗ്ഷനായി. ദെൻ ദേ പ്രൊഡ്യൂസ് സെക്രീഷൻസ്. ഞാൻ പറഞ്ഞല്ലോ, ഡൈജഷന് സഹായിക്കുന്ന പലതരത്തിലുള്ള എൻസൈമുകൾ, രാസാഗ്നികൾ, ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നികൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെയാണ്? ദേ കവേഴ്സ് അവർ ബോഡി, ദേ പ്രൊട്ടക്റ്റ് അവർ ബോഡി,
they help in absorption of nutrients and they produce secretions like hormones. അങ്ങനെ എപ്പിത്തീലിയൽ ടിഷ്യൂ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ നെർവസ് ടിഷ്യൂ ആണ് അടുത്തതായിട്ട് വരുന്നത്. നെർവ് ടിഷ്യൂവിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാം. അത് നമ്മുടെ ബ്രെയിനിൽ കാണുന്ന ടിഷ്യൂസാണ് നെർവസ് ടിഷ്യൂ അല്ലെങ്കിൽ നാഡീകോശം നമ്മുടെ തലച്ചോറിൽ കാണുന്നതാണ് അല്ലേ. തലച്ചോറിൻ്റെ ജോലി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഫിസിക്കൽ ഫങ്ഷൻ, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക ആൻഡ് ഏകോപിപ്പിക്കുക അങ്ങനെ രണ്ട് ജോലിയാണ് ഈ നെർവ് ടിഷ്യൂവിനുള്ളത്. അങ്ങനെ എനേബിൾ ടു റെസ്പോണ്ട് ഐഡൻറ്റിഫൈങ് ദ ചേഞ്ച് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ബോഡി, നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തും അകത്തുമുള്ള മാറ്റങ്ങൾ അല്ലേ, നമ്മുടെ പരിസരത്തുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്, നമ്മുടെ കണ്ണ് ചെവി ഒക്കെ ഉപയോഗിച്ചാണ്. നമ്മൾ ഒരു ശബ്ദം കേട്ടാൽ നമ്മളറിയും, ഒരു ഏതെങ്കിലും വെളിച്ചം അല്ലേ, അതുപോലെ രുചി മണം എല്ലാം നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ഈ സെൻസ് ഓർഗൻസ് ഒക്കെ വെച്ചാൽ. ഈ സെൻസ് ഓർഗനിലെല്ലാം എന്തുണ്ട്, ഈ നെർവ് ടിഷ്യൂസ് ഉണ്ട്. അപ്പോൾ നെർവ് ടിഷ്യൂ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് അല്ലേ, അപ്പോൾ കൺട്രോൾ ചെയ്യുന്നു, കോർഡിനേറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നു, പിന്നെ റെസ്പോണ്ട്, ഇറ്റ് എനേബിൾസ് ടു റെസ്പോണ്ട് ഐഡൻറ്റിഫൈയിങ് ദ ചേഞ്ചസ്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ചേഞ്ചസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതാണ് മൂന്നാമത്തത്, വി ക്യാൻ ഐഡൻറ്റിഫൈ ദ ചേഞ്ചസ് അറൗണ്ട് അസ്. അത് കഴിഞ്ഞിട്ടോ എനേബിൾ റെസ്പോണ്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു അല്ലേ, എനേബിൾ ടു റെസ്പോണ്ട്, പ്രതികരിക്കുവാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ 4. അപ്പോൾ കൺട്രോൾ ചെയ്യുന്നു ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ, കോർഡിനേറ്റ് ചെയ്യുന്നു, പിന്നെ നമ്മുടെ ചുറ്റും നടക്കുന്ന പലതരത്തിലുള്ള മാറ്റങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു, അതിനനുസരിച്ച് പ്രതികരിക്കാനായിട്ട് സഹായിക്കുന്നു. അങ്ങനെ 4 ഫങ്ഷൻസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദെൻ ഇനി നമ്മൾ കാണുന്ന മസ്കുലർ ടിഷ്യൂ എന്ന് വെച്ചാൽ പേശീകല എന്ന് മലയാളത്തിൽ പറയും. പേശീകല എന്ന് മലയാളത്തിൽ പറയും. കൺസിസ്റ്റ് ഓഫ് സെൽസ് ദാറ്റ് ക്യാൻ കോൺട്രാക്ട് ആൻഡ് റീഗെയിൻ ദ ഒറിജിനൽ സ്റ്റേറ്റ്. ഈ മസിലുകൾക്കൊരു പ്രത്യേകതയുണ്ട്, ചുരുങ്ങാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനുള്ള കഴിവുണ്ട്. എന്ന് വെച്ചാൽ മസിൽ സെല്ലുകൾക്ക് ചുരുങ്ങാൻ, കോൺട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെയാണ് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ റബ്ബർ ബാൻഡ് പോലെയാണ്, അവയ്ക്ക് ചുരുങ്ങാനും സാധിക്കും, പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരാനും സാധിക്കും. അങ്ങനെ ഇറ്റ് എനേബിൾസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ബോഡി. അപ്പോൾ മസിൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ 2 പോയിൻ്റ് ഓർത്തിരിക്കണം. ഒന്ന് കോൺട്രാക്റ്റ് ആൻഡ് ഡയലേറ്റ്, അതാണ് ഒന്നാമത്തെ പോയിൻ്റ്. 2 ഇതിൻ്റെ ഫങ്ഷൻ, ഇറ്റ് എനേബിൾസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ബോഡി, ചലനത്തിന് സഹായിക്കുന്നു, ചലിക്കാൻ സഹായിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദെൻ അടുത്തതാണ് കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ എന്ന് വെച്ചാൽ യോജക കല എന്ന് മലയാളത്തിൽ പറയും. യോജക കല ഏതാണ് യോജക കല? പലതരം യോജക കലകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. എയ്തർ കണക്ട്സ് ഡിഫറെൻറ്റ് ടിഷ്യൂസ്. ഈ യോജക കലകളുടെ പ്രത്യേകത ഒന്നും അല്ലെങ്കിൽ പലതരത്തിലുള്ള കലകളെ തമ്മിൽ കണക്റ്റ് ചെയ്യും, യോജിപ്പിക്കും. ഓർ ആക്ട് ആസ് സപ്പോർട്ട്, അല്ലെങ്കിൽ അവയെ സപ്പോർട്ട് ചെയ്യും. പലതരം കലകളെ നമ്മുടെ ശരീരത്തിലുള്ള പലതരം ടിഷ്യൂസിനെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അവയെ തമ്മിൽ കണക്ട് ചെയ്യും. അപ്പോൾ 1 കണക്ട് ചെയ്യുക, 2 സപ്പോർട്ട് ചെയ്യുക. ഇതിന് എക്സാമ്പിൾസ് ആണ്. ഇങ്ങനെയുള്ള കലകളെയാണ് നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ എയ്തർ കണക്ട്സ് ഡിഫറെൻറ്റ് ടിഷ്യൂസ് ഓർ ആക്ട് ആസ് എ സപ്പോർട്ട് ടു ദം. ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെ പലതര കലകളെ സഹായിക്കുന്ന ഒരു ടിഷ്യൂ ആണ് ബോൺ, എല്ല് അല്ലേ. ബോൺ തന്നെ വേറൊരു ബോൺ ഉണ്ട്, വഴങ്ങുന്ന നമ്മുടെ ഇവിടത്തേക്ക് ബോൺ പോലത്തെ കാർട്ടിലേജ് അല്ലേ. കാർട്ടിലേജ് എന്ന് വെച്ചാൽ തരുണാസ്ഥി എന്ന് മലയാളത്തിൽ പറയും, തരുണാസ്ഥി. അതുപോലെ ഫൈബ്രസ് ടിഷ്യൂ അല്ലേ, ഈ 4 കല എന്നൊക്കെ പറയും. ഇവിടെ ഈ 4 കലകളാണ് നമ്മുടെ ഈ ഇവിടെ അകത്തുള്ള അവയവങ്ങളെയൊക്കെ മാറിപ്പോകാതെ, പൊസിഷൻ മാറിപ്പോകാതെ അതിനെ കെട്ടിവെച്ചിരിക്കുന്നത് ഈ 4 കലകൾ ഉപയോഗിച്ചാണ്. അപ്പോൾ വേരിയസ് കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ബോൺ, കാർട്ടിലേജ്, ഫൈബ്രസ് ടിഷ്യൂ. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ്, നമ്മുടെ രക്തം എല്ലാ കലകളിലൂടെയും സഞ്ചരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബോൺ ആൻഡ് കാർട്ടിലേജ് പ്രൊവൈഡ് സപ്പോർട്ട്. അപ്പോൾ ഈ കണക്റ്റീവ് ടിഷ്യൂവിന് പല ജോലികളാണ്. ഇപ്പോൾ ബോൺ എന്ന് പറയുന്ന ബോൺ, കാർട്ടിലേജ്, ഈ കണക്റ്റീവ് ടിഷ്യൂവിനെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ എന്താണ്? പ്രൊവൈഡ് സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ. എല്ലുകൾ നമ്മുടെ അകത്തുള്ള അവയവങ്ങളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. പ്രൊട്ടക്ഷൻ ഉണ്ട്, സപ്പോർട്ട്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് സഹായിക്കുന്നത് എല്ലുകളാണ്. എല്ലുകൾ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ സപ്പോർട്ട് തരും, അതുപോലെ പ്രൊട്ടക്ഷൻ അല്ലേ. പിന്നെ നമ്മുടെ ശരീരത്തിന് ഡെഫിനറ്റ് ഷേപ്പ് തരും. ഇപ്പോൾ നമ്മുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ അകത്തുള്ള എല്ലുകൾ ആ ഷേപ്പിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ഷേപ്പ് തരുന്നു. അപ്പോൾ ഇറ്റ് സപ്പോർട്ട് ദ ബോഡി, പ്രൊട്ടക്ട് ദ ബോഡി ആൻഡ് ഇറ്റ് ഗീവ്സ് ഷേപ്പ്.
ദെൻ രണ്ടാമത് ഫൈബ്രസ് ടിഷ്യൂവിനെ നമ്മൾ കണ്ടു. അത് വേറൊരു തരം കണക്റ്റീവ് ടിഷ്യൂ, ഫൈബ്രസ് ടിഷ്യൂ. അത് കണക്ട്സ് അതർ ടിഷ്യൂസ്, മറ്റ് ടിഷ്യൂകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നു. ദെൻ ബ്ലഡ് ആണ് നമ്മൾ അടുത്തതായിട്ട് മനസ്സിലാക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ. ബ്ലഡിൻ്റെ പ്രധാന ജോലി കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് അല്ലേ, പദാർത്ഥങ്ങളെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് വഹിച്ചുകൊണ്ട് ഓക്സിജനെയും ന്യൂട്രിയൻസിനെയും ഒക്കെ ക്യാരി ചെയ്തുകൊണ്ട് പോവുക. അതാണ് ബ്ലഡിൻ്റെ ഫംഗ്ഷൻ. ആൻഡ് മേക്സ് ദ ബോഡി റെസിസ്റ്റൻസ് ടു ഡിസീസ്. നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകും. അതിനുള്ള വെളുത്ത രക്താണുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ട് അല്ലേ. അപ്പോൾ ബ്ലഡിൻ്റെ ഫംഗ്ഷൻ എന്താ? ഒന്ന് കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയലും, രണ്ട് റെസിസ്റ്റൻസ് ടു ഡിസീസും. എന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി. ഹൗ ഫാസ്റ്റ് ഡസ് ദിസ് ട്രീ ഗ്രോ? വൈ കോണ്ട് ഐ ഗ്രോ ലൈക്ക് ഇറ്റ്? ഈ ചെടിയും ഈ കുട്ടിയും നമ്മൾ നോക്കിയാൽ, ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞാണ് ഈ മുള ഇവിടെ നട്ടുപിടിപ്പിച്ചത്. പക്ഷേ മുള കുട്ടിയേക്കാൾ വലുതായിട്ട് വളർന്നു വരിക. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, ഇതെന്താണ് ഈ മുള വളരെ വേഗത്തിൽ ഇങ്ങനെ വളരുന്നത്? അപ്പോൾ ഇത് പ്ലാൻ ഗ്രോത്ത് ആണ് അല്ലേ, പ്ലാൻ ഗ്രോത്ത്. ഇത് സസ്യ വളർച്ചയാണ്, ഇത് അനിമൽ ഗ്രോത്ത് ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലായി. പ്ലാൻ ഗ്രോത്ത് വളരെ സ്പീഡിലാണ്, ഒരിക്കലും അത് അവസാനിക്കുകയില്ല എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അനിമൽ ഗ്രോത്ത് സ്ലോവിലാണ്. അതൊരു ഇത്ര വയസ്സ് വരെ, ഒരു 18 വയസ്സ് വരെയാണ് ഒരാൾ വളരുകയുള്ളൂ. അപ്പോൾ പ്ലാൻ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യാനായിട്ട് സഹായിക്കുന്ന പ്രത്യേക തരം ഒരു ടിഷ്യൂ ഉണ്ട്. ആ ടിഷ്യൂവിൻ്റെ പേര് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, മെരിസ്റ്റം. അപ്പോൾ മെരിസ്റ്റമാറ്റിക് സെൽസ് ആർ സ്പെസിഫിക് സെൽസ് സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് ദ സ്റ്റെം. കണ്ടോ, സ്റ്റെമ്മിൻ്റെ ടിപ്പ് ആ കൂമ്പിലാണ്, ഇവിടെയാണ് അത് കാണപ്പെടുന്നത്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. അതുപോലെ റൂട്ടിൻ്റെ ടിപ്പിലും. അപ്പോൾ റൂട്ട് ടിപ്പിലും അതുപോലെ സ്റ്റെം ടിപ്പിലുമാണ് ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ കാണപ്പെടുന്നത് പ്ലാന്റ്സിൻ്റെ. ദേ അണ്ടർഗോ റാപ്പിഡ് ഡിവിഷൻ ആൻഡ് ദിസ് റിസൾട്ട് ഇൻ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവയ്ക്ക് ഡിവൈഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. പ്ലാന്റിലെ മറ്റ് പ്ലാന്റ് സെല്ലുകൾക്കൊന്നും ഡിവൈഡ് ചെയ്യാൻ, വിഭജിക്കാനുള്ള കഴിവില്ല. ഈ മെരിസ്റ്റമാറ്റിക് സെൽസിൻ്റെ ഏറ്റവും വലിയ കഴിവ് വിഭജിക്കാനുള്ള കഴിവുണ്ട്, വിഭജനം. ഓക്കെ, നമുക്ക് ഒരു മെരിസ്റ്റമാറ്റിക് സെല്ലും ഒരു സാധാരണ സെല്ലും തമ്മിൽ നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ ഇതാണ് മെരിസ്റ്റമാറ്റിക് സെല്ല്, ഇത് മച്ചുവർ സെല്ല് എന്ന് വെച്ചാൽ സാധാരണ സെല്ലാണ്. മെരിസ്റ്റമാറ്റിക് സെല്ലിൻ്റെ പ്രത്യേകത നമുക്ക് ഇവിടെ ചിത്രം നോക്കി ഓരോന്നോരോന്ന് ഇവിടെ എഴുതാം. റിലേറ്റീവ് സൈസ് ഓഫ് ദ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിൻ്റെ റിലേറ്റീവ് സൈസ്. ഇതിവിടുത്തെ ന്യൂക്ലിയസ് ഇത്ര ഉണ്ട്, ഏകദേശം ഇതിൻ്റെ ന്യൂക്ലിയസും അത്ര തന്നെ ഉണ്ട്. പക്ഷേ ഇത് ഇത്രയും ചെറിയ സൈസാണ്, കോശം ഇത്രേ ഉള്ളൂ. ഇത്രയുള്ള കോശത്തിൽ നിന്ന് ഇത്രയും വലുതാണ്. അതേസമയം ഈ സെല്ല് വളരെ വലുതാണ്, ആ വലിയ സെല്ലിലാണ് ഇത്ര ഉള്ളത് വന്നേക്കണം. എന്ന് വെച്ചപ്പോൾ 2 പേർക്ക് മാർക്ക് 5 ആണെന്നിരിക്കട്ടെ, ഇയാൾക്കും 5 ഇയാൾക്കും 5, ഇയാൾക്ക് 10ലാണ് 5, ഇയാൾക്ക് 15ലാണ് 5. അപ്പോൾ ഏതാ വലുത് അല്ലേ? കമ്പാരിറ്റീവ്ലി ഇയാൾക്കല്ലേ മാർക്ക് കൂടുതൽ, 10ന് 5 കിട്ടിയേക്കണം, ഇയാൾക്ക് 15ൽ 5 ഉള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഇത്രയും സൈസിൽ നിന്നാണ് ഇത്രയും വലിയ ന്യൂക്ലിയസ് വന്നിരിക്കുന്നത്. അതാണ് റിലേറ്റീവ് സൈസ് ഓഫ് ദ ന്യൂക്ലിയസ്. മെരിസ്റ്റമാറ്റിക് സെൽസിൻ്റെ എന്തെന്ന് നമുക്ക് എഴുതാൻ പറ്റും? ബിഗ് സൈസാണ് ഇത്, അത് വെച്ച് നോക്കുമ്പോൾ സ്മോളാണ്. തിക്നെസ് ഓഫ് ദ സെൽ വാൾ, സെൽ വാളിൻ്റെ തിക്നെസ്, സെൽ വാൾ ഇത് ഇത്രേ ഉള്ളൂ, വേറെ തിക്കായിട്ടൊന്നുമില്ല. ഇതിൻ്റെ സെൽവാൾ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തൊട്ട് തുടങ്ങുക, ഇവിടെ നിന്ന് തൊട്ട് ഇത്രയും സെൽവാളാണ്. ഈ പച്ച നിറത്തിലും ഇതിലൊക്കെ കാണുന്ന മുഴുവൻ സെൽവാളാണ്. അപ്പോൾ സെൽവാള് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ തിന്നാണ്, കനം കുറഞ്ഞതാണ്. ഇതിൻ്റെ തിക്കാണ്, കട്ടി കൂടിയതാണ് എന്ന് നമുക്ക് എഴുതാം. ഇനി ക്വാണ്ടിറ്റി ഓഫ് സൈറ്റോപ്ലാസം, ഇതിൻ്റെ ഈ സെൽ വാളിൻ്റെ അകത്ത് മുഴുവൻ, ഈ കറുത്ത് കാണുന്ന മുഴുവൻ സൈറ്റോപ്ലാസ, ഫുൾ സൈറ്റോപ്ലാസ. ഇതിൻ്റെ ഇത്രയും ഭാഗത്ത് സൈറ്റോപ്ലാസം ഇല്ല, ഇത് വാക്യൂളാണല്ലോ, ഇത് ഒഴിഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മഞ്ഞ നിറത്തിൽ കാണുന്ന കുറച്ച് സ്ഥലത്ത് മാത്രമേ സൈറ്റോപ്ലാസം ഉള്ളൂ. അപ്പോൾ സൈറ്റോപ്ലാസം മെരിസ്റ്റമാറ്റിക് സെൽസിന് ഫുൾ ഓഫ് സൈറ്റോപ്ലാസമാണ്. ഇത് എങ്ങനെയാണ്? ഇത് ഫുള്ളല്ല, ലെസ് സൈറ്റോപ്ലാസം ഉള്ളൂ. അപ്പോൾ സൈറ്റോപ്ലാസം കുറവാണ്. അപ്പോൾ ഇതാണ് ഒരു മെരിസ്റ്റമാറ്റിക് സെല്ലും ഒരു സാധാരണ സെല്ലും തമ്മിലുള്ള വ്യത്യാസം അല്ലേ? അപ്പോൾ നമുക്കിങ്ങനെ പറയാം, മെരിസ്റ്റമാറ്റിക് സെൽസിൻ്റെ ന്യൂക്ലിയസ് ലാർജാണ്, പിന്നെ അതിൻ്റെ സെൽവാള് തിന്നാണ്, പിന്നെ അതിൻ്റെ അകത്ത് സൈറ്റോപ്ലാസം ഫുൾ സൈറ്റോപ്ലാസമാണ് അല്ലേ? കോശദ്രവ്യം നിറയെ കോശദ്രവ്യമാണ്. അങ്ങനെ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സ്റ്റുഡൻസ്, നമുക്ക് ഈ ചിത്രത്തിലൂടെ ഇവിടെ കാണുന്നത് സ്ട്രക്ചർ ഓഫ് എ പ്ലാന്റ് സ്റ്റെം. ഒരു ചെടിയുടെ തണ്ട് മൈക്രോസ്കോപ്പിലൂടെ വെച്ച് ഇത്രയും ഏരിയ വലുതാക്കി നോക്കുന്നതാണ് ഈ കാണുന്നത്, ഈ ചിത്രം. അങ്ങനെ നോക്കുമ്പോൾ കാണുന്ന പ്രധാനപ്പെട്ട സെല്ലുകളെ നമുക്ക് കാണാം. കോളൻ കൈമ, പാരൻ കൈമ, സ്ക്ലീറൻ കൈമ, ഫ്ലോയം, സൈലം. ഇങ്ങനെ
5 തരത്തിലുള്ള സെല്ലുകളെ, കോശങ്ങളെ, ടിഷ്യൂസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനകത്ത് കോളൻകൈമ നമ്മൾ കേട്ടതാണ്. കോളൻകൈമ സെൽസിൻ്റെ പ്രത്യേകത എന്താ? അവയുടെ ഈ വക്കുകൾക്ക് മാത്രം കട്ടിയുള്ള സെൽസാണ് അല്ലേ, മൂലകൾക്ക് മാത്രം. ഈ മൂലകൾ മാത്രം കട്ടി പിടിച്ചിരിക്കുന്ന സെല്ലാണ് കോളൻകൈമ. പാരൻകൈമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോശഭിത്തി വളരെ കനം കുറഞ്ഞതാണ് അല്ലേ, തിൻ സെൽ വാളാണ്. സ്ക്ലീറൻ കൈമ എന്ന് പറഞ്ഞാലോ, സ്ക്ലീറൻ കൈമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോശഭിത്തി വളരെ കട്ടി കൂടിയതാണ് അല്ലേ. നമ്മളത് കാരണം ഇങ്ങനെ രണ്ടാമത് ഒരു ഇതും കൂടെ വരയ്ക്കും അതിൻ്റെ ഒപ്പം. ഇങ്ങനെ രണ്ടാമത് ഒരു ഇതും കൂടെ വരച്ചാൽ അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള സെല്ലുകളെ നമുക്ക് പരിചയമുണ്ട്. ഇനി നമുക്ക് പാരൻകൈമ സെല്ലിനെ ഒന്നും കൂടെ നോക്കാം. പാരൻകൈമ സെൽ കമ്പോസ്ഡ് ഓഫ് സെൽസ് വിത്ത് ദ സിംപ്ലസ്റ്റ് സ്ട്രക്ചറാണ്. സോഫ്റ്റ് പാർട്ടിൽ കാണുന്ന സെല്ലാണ്. പ്ലാന്റിൻ്റെ മൃദുവായ ഭാഗങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ജോലി എന്താണ്? ഇത് ചില പാരൻകൈമ സെൽസ് ഫോട്ടോസിന്തസിസിന് സഹായിക്കും, എന്ന് വെച്ചാൽ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കും. വേറെ ചിലത് സ്റ്റോറേജ് ഓഫ് ഫുഡ്, ഭക്ഷണം സംഭരിച്ച് വെക്കാനായിട്ട് സഹായിക്കും. അങ്ങനെ 2 ജോലികളാണ് ഇതിനുള്ളത്. ദെൻ നമ്മൾ അടുത്തായിട്ട് കാണുന്നത് കോളൻകൈമ. കോളൻകൈമയുടെ പ്രത്യേകത തിക്ക് ഓൺലി അറ്റ് ദ കോർണേഴ്സ്. സെൽ വാൾ ഈസ് തിക്ക് ഓൺലി അറ്റ് ദ കോർണേഴ്സ്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത ഇതെന്താ സഹായിക്കുന്നത്? ഫ്ലെക്സിബിലിറ്റി. ചെടി എപ്പോഴും ചെടിയുടെ എല്ലാ ഭാഗവും സോഫ്റ്റ് ആണെങ്കിൽ ഒരു കാറ്റ് വരുമ്പോൾ അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകും. അങ്ങനെ ഒടിഞ്ഞു പോകാതെ അതിന് വളയാൻ സഹായിക്കും. വളയും പക്ഷേ ഒടിയില്ല. അതാണ് ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് സപ്പോർട്ട്, ചെടിക്ക് താങ്ങ് കൊടുക്കുന്നു. അപ്പോൾ പ്ലാന്റ് പാർട്ടിന് ഒന്ന് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നു. അപ്പോൾ കാറ്റൊക്കെ ഓതുമ്പോൾ ഒടിഞ്ഞു പോകില്ല, വളയോ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഒടിയലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റും. 2 ചെടിക്ക് താങ്ങ് കൊടുക്കുന്നു, സപ്പോർട്ട് കൊടുക്കുന്നു. അങ്ങനെ 2 ജോലികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദെൻ സ്ക്ലീറൻകൈമയാണ് കാണുന്നത്. കമ്പോസ്ഡ് ഓഫ് സെൽസ് ദാറ്റ് ആർ യൂണിഫോംലി തിക്ക് ഓൾ ഓവർ ദ സെൽ വാൾ. സെൽ വാൾ മുഴുവനും തിക്കായിട്ടിരിക്കുക, എല്ലാ ഭാഗവും തിക്കായിട്ടിരിക്കുന്ന അല്ലേ. അപ്പോൾ യൂണിഫോംലി തിക്ക് ഓൾ ഓവർ. ദെൻ ഇതിൻ്റെയും ജോലി എന്തായിരിക്കും? സ്ട്രെങ്ത് കൊടുക്കുക, സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട്, ശക്തിയും ബലവും കൊടുക്കുക എന്നർത്ഥം. അപ്പോൾ പ്ലാന്റിന് നല്ലോണം നിവർന്ന്, ഒത്തിരി പൊക്കൊക്കെ വെച്ച് വേണം പ്ലാന്റ് ആണല്ലോ, അപ്പോൾ അത് ഒടിഞ്ഞൊന്നും പോകരുത്, നിവർന്ന് നിൽക്കാനായിട്ട് അതിന് സ്ട്രെങ്ത്തും സപ്പോർട്ടും കൊടുക്കുന്നത് സ്ക്ലീറൻകൈമ സെൽസാണ്. ഇനി പ്ലാന്റ് ടിഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് വാസ്കുലാർ ടിഷ്യൂ. വാസ്കുലാർ ടിഷ്യൂ എന്ന് വെച്ചാൽ ഈ ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്നതാണ്, പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന ടിഷ്യൂസാണ് വാസ്കുലാർ ടിഷ്യൂ. വാസ്കുലാർ ടിഷ്യൂ 2 തരമുണ്ട്, സൈലം ഉണ്ട്, ഫ്ലോയം ഉണ്ട്. സൈലം നമുക്ക് കാണാം ട്യൂബ് പോലത്തെ സെല്ലുകളാണത്. ഇത് ഓരോന്നിങ്ങനെ ചേർന്ന് വരുമ്പോൾ ഒരു കുഴൽ പോലെ തോന്നിപ്പിക്കും അല്ലേ. അപ്പോൾ ട്യൂബ് ഫോംഡ് ഫ്രം ഇലോങ്ങേറ്റഡ് സെൽസ് ആണ്. ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട്സ് ടു ദ ലീവ്സ്. ഈ വേരുകൾ വലിച്ചെടുക്കുന്ന ജലവും അതുപോലെ തന്നെ ലവണങ്ങളും ചെടിയുടെ എല്ലാ ഭാഗത്തും, ലീവ്സിലും എല്ലായിടത്തും എത്തിച്ചു കൊടുക്കുന്നത് ഈ സൈലമാണ്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ ഒറ്റ വാക്കി പറഞ്ഞതെന്നാ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ടർ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും, ജലത്തിൻ്റെ സംവഹനം. ഇനി ഇറ്റ് ഹാസ് തിക്ക് സെൽ വാൾ ആൻഡ് ദെയർഫോർ പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് ടു ദ പ്ലാന്റ്. അതിന് മറ്റൊരു ജോലിയും കൂടെ ഉണ്ട്. ഇതിൻ്റെ സെൽ വാളിന് നല്ല കട്ടി കൂടുതലാണ് നമ്മുടെ സ്ക്ലീറൻകൈമ പോലെ. അതുകൊണ്ട് അത് പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത്. അപ്പോൾ പ്ലാന്റിന് സപ്പോർട്ടും സ്ട്രെങ്ത്തും കൊടുക്കുന്ന 2 സെൽസ് നമ്മളിപ്പോൾ കണ്ടു. ഒന്ന് സ്ക്ലീറൻകൈമ, മറ്റൊന്ന് സൈലവും. ദെൻ ഫ്ലോയം നമ്മൾ കാണുമ്പോൾ ഇതാണ് ഫ്ലോയം. അതും എങ്ങനെയാണ്? ഇൻ്റർലോക്ഡ് സെൽസ് എന്ന് എഴുതിയത്, ഇൻ്റർ കണക്റ്റഡ് സെൽസ് ആണ്, ഇലോങ്ങേറ്റഡ് സെൽസ് തന്നെയാണ്. ഇവയുടെ ജോലി ഈ ലീവ്സ് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് മെറ്റീരിയൽസിനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും, വേരിലും സ്റ്റെമ്മിലും ഒക്കെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ, ട്രാൻസ്പോർട്ട് ഫുഡ്. അതാണ് ഇതിൻ്റെ ജോലി, ട്രാൻസ്പോർട്ട് ഫുഡ് സിന്തസൈസ്ഡ് ഇൻ ദ ലീവ്സ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലാന്റ് ബോഡി. ദെൻ നമ്മളിവിടെ കുറച്ച് ചോദ്യങ്ങളുടെ ആൻസർ ചെയ്തതാണ്. ട്രാൻസ്പോർട്ട് ഫുഡ് പ്രിപ്പയർഡ് ഇൻ ദ ലീവ്സ് ടു വേരിയസ് പാർട്ട് ഓഫ് ദ പ്ലാന്റ്. അതാണ് എയുടെ അവിടെ എഴുതേണ്ടത്, അത് ഫ്ലോയം എന്ന് നമുക്ക് എഴുതാം. ദെൻ ബി, ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട്സ് ടു ദ ലീവ്സ്. അതാണ് ബി, സൈലം. അപ്പോൾ ഇത് രണ്ടും ചേർന്നതാണ് വാസ്കുലാർ ടിഷ്യൂ. ഇനി അതർ പ്ലാന്റ് ടിഷ്യൂ സി എന്താണെന്ന് നമുക്ക് നോക്കാം. സീൻ ഇൻ ദ ടെൻഡർ പാർട്ട് ഓഫ് ദ പ്ലാന്റ്. ടെൻഡർ എന്ന് വെച്ചാൽ സോഫ്റ്റ് പാർട്ടാണ്. അപ്പോൾ അത് പാരൻകൈമ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓൺലി ദ കോർണേഴ്സ് ഓഫ് ദ സെൽ വാൾ ആർ തിക്ക്. അതാണ് ഡി. അത് ഏതായിരിക്കും? കോളൻകൈമ അല്ലേ, കോളൻകൈമ. ഇനി സെൽസ് ദാറ്റ് ആർ യൂണിഫോംലി തിക്ക് ഓൾ ഓവർ ദ സെൽ വാൾ, എല്ലായിടത്തും, അത് സ്ക്ലീറൻകൈമ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാം. അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ ടിഷ്യൂസ് ചേർന്ന് ഓർഗൻസ് ഉണ്ടാവുന്നു എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ സ്റ്റൊമക്ക് എന്ന് പറയുന്ന ഒരു ഓർഗനാണ് കാണുന്നത്, നമ്മുടെ ആമാശയം എന്ന് പറയുന്ന ഒരു അവയവമാണ് കാണുന്നത്. ആ അവയവം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കിയേ, അതിനകത്ത് നെർവ് സെല്ലുകളുണ്ട്, എന്നാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ.
ദെൻ എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്. എന്നാലാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പിന്നെ അതിനെ സെക്രീറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ, എൻസൈമുകളൊക്കെ സെക്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ബ്ലഡ് ടിഷ്യൂ ഉണ്ട് അതിനകത്ത്, കാരണം അതിലുള്ള കോശങ്ങൾക്ക് ന്യൂട്രിയൻസും ഓക്സിജനും കിട്ടണമെങ്കിൽ ബ്ലഡ് ആവശ്യമുണ്ട്. പിന്നെ മസ്കുലാർ ടിഷ്യൂ വേണം, എന്ന് വെച്ചാൽ ഇതിനെ അനങ്ങാൻ മൂവ് ചെയ്താണ്, ഇതിന് ഫുഡിനെ മിക്സ് ചെയ്യാനൊക്കെ ഈ സ്റ്റൊമക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് മസ്കുലാർ ടിഷ്യൂ വേണം. അപ്പോൾ പലതരം ടിഷ്യൂസ് കൂടി ചേർന്ന് ഓർഗനായിട്ട് മാറുന്നു. ഈ ഇൻറ്റസ്റ്റൈൻ ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് മനസ്സിലാക്കി? സെൽസ് ചേർന്ന് ടിഷ്യൂസ് ഉണ്ടാവുമെന്ന് നമ്മൾ ആദ്യം പഠിച്ചു. ഇപ്പോൾ ടിഷ്യൂസ് ചേർന്ന് ഓർഗൻസ് ഉണ്ടാവുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് ഇതൊരു ഓർഗൻ സിസ്റ്റമാണ്. കണ്ടോ, ഇതിനകത്ത് മൗത്ത് ഉണ്ട്, ഫാർനിക്സ് ഉണ്ട്, ഈസോഫാഗസ് ഉണ്ട്, ലിവർ ഉണ്ട്, നമ്മുടെ ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, ലാർജ് ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇത് ഡൈജഷൻ എന്ന് പറയുന്ന ഒരു ജോലി ചെയ്യണമെങ്കിൽ അതിന് ഒരു ടിഷ്യൂ മാത്രം പോരാ, ഒരു ഓർഗൻ പോലും മാത്രം പോരാ. അപ്പോൾ പല ഓർഗൻസ് കൂടി ചേർന്നാലാണ് ഒരു ജോലി പൂർണ്ണമായിട്ടും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പല തരത്തിലുള്ള ഓർഗൻസ് ചേർന്ന് ഒന്നിച്ച് ഒരു ജോലി ചെയ്യാൻ വേണ്ടി ഒന്നിച്ച് ചേർന്നിരിക്കുന്ന ഈ ഓർഗൻസിനെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്തിനുള്ളതാണ്? അത് ഡൈജഷൻ, ഫുഡിൻ്റെ ദഹനത്തിന് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കുന്ന അവയവങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ദഹനം മാത്രം നടന്നാൽ പോരാ, മറ്റ് അനേകം പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് പലതരത്തിലുള്ള സിസ്റ്റങ്ങൾ, ഓർഗൻ സിസ്റ്റംസ്, അവയവ വ്യവസ്ഥകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിൽ ഹാർട്ടും ബ്ലഡും വെസൽസും അല്ലേ, ഹാർട്ടും ബ്ലഡ് വെസൽസൊക്കെ ചേർന്ന, ഹൃദയവും രക്തക്കൊള്ളുകളൊക്കെ ചേർന്ന വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരെന്തായിരിക്കും? രക്തപര്യന വ്യവസ്ഥ അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയും അല്ലേ. രക്തപര്യന വ്യവസ്ഥ അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയും. ഇനി നോസ്, ട്രക്കിയ, ലങ്സ്, നമ്മുടെ ശ്വാസകോശം, നമ്മുടെ മൂക്ക്, നമ്മുടെ ശ്വാസക്കുഴലൊക്കെ ചേർന്നത് ഏതായിരിക്കും? അത് ശ്വസന വ്യവസ്ഥ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയും. പിന്നെ കിഡ്നി, യൂറിറ്റർ, യൂറിനറി ബ്ലാഡർ അല്ലെ, മൂത്രസഞ്ചി, മൂത്രനാളം, വൃക്ക ഒക്കെ ചേർന്നത് ഏതായിരിക്കും? അത് എക്സ്ക്രീറ്ററി സിസ്റ്റമാണ്, വിസർജന വ്യവസ്ഥ എന്ന് പറയും. ഇനി നമ്മുടെ ബ്രെയിനും നെർവൊക്കെ ചേർന്നത് ഏതായിരിക്കും? നമ്മുടെ നെർവോ സിസ്റ്റം, നാഡീ വ്യവസ്ഥ എന്ന് പറയും. ഇങ്ങനെ പലതരത്തിലുള്ള അവയവ വ്യവസ്ഥകൾ നമുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഓർഗൻ സിസ്റ്റങ്ങൾ ചേർന്ന് ആണ് ഒരു ഓർഗാനിസം ഉണ്ടായിരിക്കുന്നത്. ഓർഗാനിസം, ഒരു ജീവി. അപ്പോൾ ഒരു ജീവി ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരു ജീവി ഉണ്ടായിരിക്കുന്നത് പലതരം ഓർഗൻ സിസ്റ്റം ചേർന്നാണ്, അല്ലെങ്കിൽ അവയവ വ്യവസ്ഥ ചേർന്നാണ് അല്ലേ. അപ്പോൾ ഈ അവയവ വ്യവസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്ത് ചേർന്ന? ഓർഗൻസ് ചേർന്നാണ്. ഓർഗൻ എന്ന് വെച്ചാൽ അവയവം ചേർന്നാണ്. ഈ അവയവങ്ങൾ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? പലതരത്തിലുള്ള ടിഷ്യൂസ് ചേർന്നാണ്, അല്ലെങ്കിൽ കലകൾ ചേർന്നാണ്. ഈ കലകൾ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? പലതരത്തിലുള്ള സെല്ലുകൾ ചേർന്നാണ് അല്ലേ, സെല്ലുകൾ, കോശങ്ങൾ ചേർന്നാണ്. ഇങ്ങനെ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദെൻ ഇവിടെ നമ്മൾ ഇവിടെ നോട്ടാണ് മനസ്സിലാക്കിയത്, സെല്ലുകൾ ചേർന്ന് അല്ലേ, സെല്ലുകൾ ചേർന്ന് ടിഷ്യൂസ് ഉണ്ടായി, ടിഷ്യൂസ് ചേർന്ന് ഓർഗൻസ് ഉണ്ടായി, ഓർഗൻസ് ചേർന്ന് എന്തുണ്ടായി? ഓർഗൻ സിസ്റ്റം ഉണ്ടായി അല്ലേ, ഓർഗൻ സിസ്റ്റം ഉണ്ടായി, ഓർഗൻ സിസ്റ്റം ചേർന്ന് ഓർഗാനിസം ഉണ്ടായി. ഇപ്പോൾ പശു എവിടെ ഉണ്ടായിരിക്കുന്നത്? അപ്പോൾ ഈ ധാരാളം പശുക്കൾ ചേർന്ന് എന്തുണ്ടാവും? പോപ്പുലേഷൻ. അപ്പോൾ ഇത് കൗവിൻ്റെ പോപ്പുലേഷനാണ്. അതുപോലെ ഗോട്ടിൻ്റെ പോപ്പുലേഷൻ, അതുപോലെ എലഫൻറ്റിൻ്റെ പോപ്പുലേഷൻ, അങ്ങനെ പലതരം പോപ്പുലേഷനുകൾ ചേർന്ന് കഴിയുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും അല്ലേ. അപ്പോൾ സെൽസ് ചേർന്ന് ടിഷ്യൂസ്, ടിഷ്യൂസ് ചേർന്ന് ഓർഗൻസ്, ഓർഗൻസ് ചേർന്ന് ഓർഗൻ സിസ്റ്റം, ഓർഗൻ സിസ്റ്റം ചേർന്ന് ഓർഗാനിസം, ഓർഗാനിസം ചേർന്ന് പോപ്പുലേഷൻ, പോപ്പുലേഷൻ ചേർന്ന് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സമുദായം അല്ലേ, ജീവി സമുദായം ഉണ്ടായിരിക്കുന്നു. ഇനി നമ്മൾ പുറകോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് സെല്ലുണ്ടായിരിക്കുന്നത്? സെല്ലുണ്ടായിരിക്കുന്നത് സെൽ ഓർഗാനൽസ് ചേർന്നാണ്. സെൽ ഓർഗാനൽസ് എങ്ങനെ ഉണ്ടായിരിക്കണമെന്ന് അറിയണമെങ്കിൽ അത് നമ്മൾ കെമിസ്ട്രിയിലേക്ക് പോകണം. മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകൾ ചേർന്നാണ്. മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകൾ എങ്ങനെ ഉണ്ടായിരിക്കുന്നത്? ആറ്റംസ് ചേർന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോട്ട് ഇവിടം വരെ ഒരു ക്രമീകൃതമായ ഒരു മുന്നോട്ട് പോക്ക് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും അല്ലേ. ആറ്റങ്ങൾ ചേർന്ന് മോളിക്യൂൾസ്, മോളിക്യൂൾസ് ചേർന്ന് സെൽ ഓർഗാനൽസ്, സെൽ ഓർഗാനൽസ് ചേർന്ന് സെല്ലുകൾ, സെല്ലുകൾ ചേർന്ന് ടിഷ്യൂസ്, ടിഷ്യൂസ് ചേർന്ന് ഓർഗനുകൾ ചേർന്ന് ഓർഗൻ സിസ്റ്റം, പലതരം ഓർഗൻ സിസ്റ്റങ്ങൾ ചേർന്ന് ഓർഗാനിസം, പലതരം ഓർഗാനിസങ്ങൾ ചേർന്ന് പോപ്പുലേഷൻ അല്ലേ. അല്ലെങ്കിൽ ഒരേ തരം ഓർഗാനിസങ്ങൾ ധാരാളം ചേർന്ന് പോപ്പുലേഷൻ. പല പോപ്പുലേഷനുകൾ ചേരുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ജീവസമുദായം.